ലീഗ് സമസ്ത പോര് മുറുകുമ്പോൾ സമസ്തയ്ക്കും പറയാനുണ്ട് ഏറെ കാര്യങ്ങൾ. സമസ്തയുടെ ആവശ്യങ്ങൾ ലീഗും ചന്ദ്രിക പത്രവും അടക്കം നിഷേധിച്ചെടുത്തുനിന്ന് ആരംഭിച്ച സുപ്രഭാതത്തിലെ മുഖലേഖനത്തിലൂടെയായിരുന്നു ലീഗിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് ബോധ്യമാക്കുന്ന മറുപടി. ലീഗിൽ സമസ്തയ്ക്കെതിരെ പോരുമുറുകുമ്പോൾ സമസ്തയും പിന്നോട്ടേക്കില്ല. ലീഗിന് വോട്ട് കുറഞ്ഞാൽ സമസ്ത നേതാക്കളെ പള്ളിയിൽ നമസ്കരിക്കാൻ കയറ്റില്ലെന്നുവരെ ലീഗ് ഗ്രൂപ്പുകളിൽ ചർച്ച ഉയരുമ്പോൾ സമസ്തയ്ക്ക് പറയാനുള്ളത് ജനങ്ങളോടാണ്. ലീഗിന്റെ പത്രമായ ചന്ദ്രിക സമസ്തയെ അവഗണിച്ച് തുടങ്ങിയപ്പോഴാണ് സമസ്ത സുപ്രഭാതം തുടങ്ങിയതെന്ന് സുപ്രഭാതം മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ഹമീദ് ഫൈസി സുപ്രഭാതത്തിലൂടെ ലീഗ് സമസ്ത പോരിന്റെ ചരിത്രം പങ്കുവയ്ക്കുന്നുണ്ട്. ലീഗിന്റെ നിലപാടിനനുസരിച്ച് നിലപാട് മാറ്റിക്കൊണ്ടിരിക്കാൻ സമസ്തയ്ക്കാവുമോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ഇത്തവണ ജമായത്തെ ഇസ്ലാമിയുടെയും SDPIയുടെയും പിന്തുണ UDFിനുണ്ടായിരുന്നു. എന്നുവെച്ച് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സമസ്തയ്ക്ക് പറ്റുമോ എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും സുപ്രഭാതം പത്രത്തിലെ മുഖലേഖനം ഉയർത്തുന്നത്. അവർ പരസ്യം തന്നാൽ സുപ്രഭാതം എങ്ങനെ പ്രസിദ്ധീകരിക്കുമെന്നും ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യത്തിലൂടെ സമസ്തയുടെ നയവും ലേഖകൻ വ്യക്തമാക്കുന്നു. സുപ്രഭാതം പത്രത്തോട് മാത്രം എന്തിനാണ് ഇത്ര അരിശമെന്നും അത് പൂട്ടിക്കാൻ മലപ്പുറത്ത് ഒരു പ്രമുഖ നേതാവിന്റെ വീട്ടിൽ രാത്രി വൈകി ഗൂഢാലോചന നടന്നിരുന്നുവെന്നും സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളുടെ സമയോചിത ഇടപെടൽ കൊണ്ട് മാത്രമല്ലേ അവരുടെ അജണ്ട നടക്കാതെ പോയത് എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. ചിലർ പരസ്യമായി സുപ്രഭാതത്തിനെതിരെ വിഷം തുപ്പിക്കൊണ്ട് നടക്കുകയാണ്. ഇതുകൊണ്ട് ആർക്കാണ് നേട്ടമുണ്ടാവുകയെന്നും ലേഖനത്തിൽ ചോദിക്കുന്നുണ്ട്. ഇതുകൊണ്ടൊക്കെ സുപ്രഭാതവും സമസ്തയും തകരുമോ എന്നുള്ള പ്രധാന ചോദ്യവും ലീഗിനെതിരെ ലേഖകൻ ഉയർത്തുന്നുണ്ട്. PB ജോഷില, കൈരളി ന്യൂസ്, കോഴിക്കോട്.